ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഒരു ലൈവ് എക്സാമ്പിളിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇത്തിരി കൂടെ കാര്യങ്ങൾ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളിപ്പം ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ യൂറോ യൂഎസ്ഡി 50 മിനിറ്റ്സിന്റെ ചാർട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്ത് കാണാം? നമ്മൾ ബെയറിഷ് ആയിട്ടുള്ള ഒരു ബയസ് ആണ് 50 മിനിറ്റ്സിൽ. ഓക്കെ, എന്തുകൊണ്ട് ബെയറിഷ് ആയിട്ടുള്ള ബയസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്? സ്ട്രക്ചർ ലോ ബ്രേക്ക് ആയിട്ടുണ്ട് അല്ലെ, ഇതൊരു ലോവർ ലോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഇതാണ് നമ്മളെ എൻറ്റയർ റേഞ്ച്. ഓക്കെ, ആൻഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്കൊരു സോൺ ഉണ്ട് ഇവിടെ, അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള സോണാണ്. ഇതുവരെ പ്രൈസ് അവിടെ എത്തിയിട്ടില്ല, നമുക്ക് ഇംബാലൻസ് ഒക്കെ ഉണ്ട് കാണാൻ കഴിയുന്നത്. സോ പ്രൈസിന് മുകളിൽ വരാനുള്ള കാരണം നമ്മൾ കാണുന്നുണ്ട് അല്ലേ. പ്ലസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങൾ വീക്ക് ഹൈ ആ വീക്ക് ലോ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ടാക്കാൻ ശ്രമിച്ചു, താഴെ വരാനും ശ്രമിച്ചു, പക്ഷെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വീക്ക് ലോയോ വീക്ക് ഹൈയോ ഉണ്ടാവുന്നതിന്റെ കാരണം ഇതാണ്. കാരണം ഈ ഒരു ഹൈക്ക് ഈ ലോ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഇത് എന്താവാൻ സാധ്യതയുണ്ട്? വീക്ക് ആയിട്ടുള്ളൊരു ഹൈ ആണ്. വീക്ക് ഹൈകൾക്ക് എന്താണ് പറ്റുക? മിക്കവാറും ലിക്വിഡേറ്റഡ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, ഒബ്വിയസ്ലി ഇതിനെയൊക്കെ പറ്റി നിങ്ങൾ കൂടുതൽ ബ്രേക്ക് ഡൗൺ വീഡിയോസിൽ കമ്മ്യൂണിറ്റിയിൽ പഠിക്കും. ബട്ട് എനിവേ, നമ്മൾ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? പ്രൈസ് നമ്മുടെ സോണിൽ വരണം അല്ലേ. സോണിൽ വന്ന് നമ്മൾ എവിടെ പോകും? 1 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോകും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം പ്രൈസ് അവിടെ അടുത്തെത്തുന്ന വരാം. ഓക്കെ ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ക്ലോസ് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്താ 1 മിനിറ്റിൽ പോവാം. 1 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇത് ടാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉറപ്പില്ല. ഓക്കെ, ഡസൻ ലുക്ക് ലൈക്ക് ഇറ്റ് ഹാസ് ടാപ്ഡ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ ക്ലീൻ ആയിട്ടുള്ള പ്രൈസ് ആക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ പോയിന്റ് ഓഫ് ടൈം നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്? പ്രൈസ് ഓപ്പൺ ടാപ്പ് ചെയ്തിട്ടുണ്ടോ? യെസ്. ഓക്കെ, സോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്കൊന്ന് റിവേഴ്സ് പോകാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സോറി, പ്രൈസ് എന്ത് ചെയ്തു? നമ്മുടെ സപ്ലൈ സോൺ ടാപ്പ് ചെയ്തു താഴേക്ക്. ഇപ്പം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ സപ്ലൈ സോൺ വന്നുകൊണ്ട് എന്ത് കിട്ടി? റിയാക്ഷൻ കിട്ടി, പ്രൈസ് താഴോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഓക്കെ, ഒബ്വിയസ്ലി എനിക്ക് തരാനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫസ്റ്റ് ടാപ്പ്, അതായത് പ്രൈസ് ആദ്യമായിട്ട് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ 15 മിനിറ്റ് ഇതുവരെ നമ്മൾ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വന്നത്. ഓക്കെ, ഇതിന് നമ്മൾ ഓപ്പൺ ടാപ്പ് ചെയ്യുക എന്ന് പറയും. 15 മിനിറ്റിന്റെ സപ്ലൈയുടെ ഓപ്പൺ ആണ് നമ്മൾ ടാപ്പ് ചെയ്തത്. ഓക്കെ, സോ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് അധികം നമുക്ക് നമ്പാൻ പറ്റത്തില്ല. മെജോറിറ്റി ഓഫ് ദ ടൈംസ് പ്രൈസ് എന്തെങ്കിലും തിരിച്ച് കയറി വന്ന് ഒരു ഡീപ്പർ ആയിട്ടുള്ള മിറ്റിഗേഷൻ കഴിഞ്ഞിട്ട് ചേഞ്ച് ഓഫ് കാറ്റ് തരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എനിവേസ് നമുക്കിത് ഫോളോ ചെയ്ത് പോകാൻ എന്താണ് പ്രൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രൈസ് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് ലോജിക്ക്? ഒബ്വിയസ്ലി 1 മിനിറ്റ് നമ്മൾ ബുള്ളിഷ് ആണ്, 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. അപ്പൊ ആരായിരിക്കും കൺട്രോൾ ഉണ്ടാവുക? ഒബ്വിയസ്ലി ഒരു ഡിമാൻഡ് സോൺ ആയിരിക്കും കൺട്രോൾ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആ ഡിമാൻഡ് സോണുകളെ കണ്ടുപിടിക്കണം ഇവിടെ. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിക്ക് ഉണ്ട്, ഈ വിക്കിന്റെ 50% മിറ്റിഗേറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിക്ക് സോൺ ആയിരിക്കും ആദ്യം നോക്കുക 1 മിനിറ്റിന്റെ ഡിമാൻഡ് സോൺ ആയിട്ട്. ഓക്കെ, റൈറ്റ്. ആൻഡ് ഇത് പോരാ, എൻ്റെ അഭിപ്രായത്തിൽ ദിസ് ഇസ് നോട്ട് ഇനഫ്. നമുക്ക് ഇവിടെയാണ് സ്ട്രക്ചറിന്റെ ബ്രേക്ക് കിട്ടിയത്, ഇതാണ് കോസ്. സോ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ചേഞ്ച് ഓഫ് കാറ്ററായി. ആൻഡ് ഇതിന് താഴെ നിന്ന് അൺമിറ്റിഗേറ്റ് ആയിട്ടുള്ള വേറെ സോൺ ഇല്ല, ഇതൊഴിച്ചാൽ. ഓക്കെ, ദാറ്റ് വിക്ക് ഈസ് അൺമിറ്റിഗേറ്റഡ്. എന്തുകൊണ്ട്? കാരണം ഇംബാലൻസ് കിടപ്പുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ആ സോൺ ബ്രേക്ക് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റി? നമ്മൾ ആ ഡിമാൻഡ് വന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റി? ഡിമാൻഡ് കൺട്രോൾ എടുത്തു 1 മിനിറ്റ്. ഓക്കെ, then what happened? Okay, still demand in control. Okay, demand in control. Finally നമ്മൾ ഇവിടെ ബ്രേക്ക് ചെയ്തു അല്ലെ. നമ്മൾ എന്ത് ചെയ്തു? ഡിമാൻഡിന്റെ വന്ന് റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്തു. നമുക്ക് എന്തൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്? ചേഞ്ച് ഓഫ് കാറ്ററും കിട്ടിയിട്ടുണ്ട്, ഫ്ലിപ്പും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ചേഞ്ച് ഓഫ് കാറ്റർ കിട്ടിയത്. എന്തുകൊണ്ട്? നമുക്ക് ആ വിക്ക് ബ്രേക്ക് കിട്ടിയത് ഇവിടെയാണ്. സോ നമുക്കിവിടെ ചേഞ്ച് ഓഫ് കാറ്റർ ആയിട്ട് മാർക്ക് ചെയ്യാം അല്ലെ. നമ്മൾ പഠിച്ച കൺഫർമേഷൻ്റെ ഒരു കൺഫർമേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫ്ലിപ്പ് പ്ലസ് ചേഞ്ച് ഓഫ് കാറ്റർ. ഓക്കെ, അപ്പൊ ഡിമാൻഡിന്റെ കൺട്രോൾ പോയി, അപ്പൊ സപ്ലൈ ആണ് ഇനി കൺട്രോൾ വരിക. സപ്ലൈ എവിടേക്കാണ് കൺട്രോൾ? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ. നമുക്കിവിടെ കാണാം എപ്പോഴും എന്ത് ചെയ്യുക? ചേഞ്ച് ഓഫ് കാറ്ററിന് പിറകോട്ട് പോവുക. ഓക്കെ, ഒന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സോൺ ഈ ഇംബാലൻസ് ഉള്ള ക്യാൻഡിൽ ആയിരിക്കും. ഓക്കെ, ഈ ക്യാൻഡിൽ ആയിരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിരിച്ച് ഒരു 1 മിനിറ്റിന്റെ ഡിമാൻഡ് സോണിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അവിടുത്തെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. സോ ആദ്യത്തെ സോൺ എന്തായിരുന്നാലും ഈ സപ്ലൈ ആയിരിക്കും. പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ തിരിച്ചു പോവാം അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള സോൺ എന്തൊക്കെയുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സോൺ എടുക്കാൻ പറ്റില്ല, 50% മിറ്റിഗേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ നമുക്കുള്ള ആ ഇൻസൈഡ് ബാർ മാത്രമാണ്. നമുക്ക് ഇൻസൈഡ് ബാർ എന്ത് ചെയ്യാം? ആ മുകളിലത്തെ വിക്കും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സോൺ ആയിട്ട് എടുക്കാം. എപ്പോഴും അടുത്തടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെ സോൺസ് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെറിയ ആൻഡ് വലിയ വലിപ്പം അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ ഒരു സോൺ ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, 1 മിനിറ്റിന്റെ അടുത്ത സോൺ. എക്സ്ക്യൂസ് മീ. ഓക്കെ, 1 മിനിറ്റിന്റെ സപ്ലൈ സോൺ. സോ നമുക്ക് 2 PO ഉണ്ട്. PO ഇൻ ദ സെൻസ് 2 പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എൻട്രി എടുക്കാം.
ഇനി ഏതിലെടുക്കും എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മൾ ലിക്വിഡിറ്റിയെ പറ്റി സംസാരിക്കാം. ഓക്കെ, എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു സോണിൽ എൻട്രി എടുക്കണമെങ്കിൽ അതിനൊരു കാരണം വേണം എൻട്രി എടുക്കാൻ. സ്മാർട്ട് മണിയുടെ ബേസിസിൽ നമുക്ക് ലിക്വിഡിറ്റി ആണ് ആ കാരണം. നമ്മൾ പഠിച്ച ലിക്വിഡിറ്റി ബിൽഡപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ആ സോണിൽ എൻട്രി എടുക്കാം. ഇപ്പൊ നമ്മൾ ഈ സോൺ നോക്കുകയാണെങ്കിൽ ഇതിന് കാരണങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ഇത് ഒറ്റ ക്യാൻഡിലാണ്, ഇവിടെ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതേസമയം നമ്മൾ ഈ 1 മിനിറ്റിന്റെ സോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് തൊട്ട് താഴെ ഒരു ഹൈ ഉണ്ട് അല്ലെ. ആൻഡ് ഇതൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി പോലെ തന്നെയാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ പോകുമ്പോഴായിരിക്കും ഇത് കാണാൻ കഴിയുക. പക്ഷെ നമുക്കിവിടെ ലിക്വിഡിറ്റി ബിൽഡപ്പ് ഉണ്ട് ഈ സോണിൽ. സോ ഞാൻ പേഴ്സണലി എന്ത് ചെയ്യും, ഞാൻ ഈ സോൺ എടുക്കത്തില്ല. ഞാൻ ഏറ്റവും മുകളിലുള്ള സോണായിരിക്കും എൻ്റെ എൻട്രിക്ക് വേണ്ടി എടുക്കുക. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ് ആദ്യമായിട്ട് സപ്ലൈ വന്നിട്ടുള്ള റിയാക്ഷൻ ആണ്. സോ അത് നമുക്ക് മോസ്റ്റ് പ്രോബ്ലി നമ്പാൻ പറ്റത്തില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ സോണിൽ എൻട്രി പ്ലാൻ ചെയ്യാം. എങ്ങനെയായിരിക്കും എൻട്രി എടുക്കുക, സെല്ലാണ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് പൊസിഷൻ സോണിന്റെ ഓപ്പണിൽ വെക്കുന്നു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സോണിന്റെ മുകളിൽ വെക്കാം. ടാർഗറ്റ് എന്തായിരിക്കും, ആ 50 മിനിറ്റ്സിന്റെ ലോ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാൻ പറ്റും. കാരണം ട്രെൻഡ് ബെയറിഷ് ആണ്, നമ്മൾ എക്സ്പെക്ടേഷൻ എന്താണ്, പ്രൈസ് താഴെ പോകുന്നതാണ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, നമ്മൾ എവിടെ നിന്ന് പ്രൈസ് കയറി വരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതൊരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് സോൺ ആണ്. സോ പലപ്പോഴും ഇങ്ങനെ ഡിമാൻഡ് സോണിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ചിലപ്പം വീണ്ടും പ്രൈസ് മുകളിൽ പോയിട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു കാരണം മാത്രമാണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുറച്ച് ചെക്ക് ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും കമ്മ്യൂണിറ്റിയിൽ, എങ്ങനെ ഇതിനെ റിഫൈൻ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമ്മൾ വെബിനാറുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ആ എൻട്രിയെ പറ്റി ചിന്തിക്കുകയാണ്. ആൻഡ് നമ്മൾ എൻട്രി ട്രിഗർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്ക് കിട്ടാനുള്ള കൺഫർമേഷൻസ് എല്ലാം കിട്ടി. ഇനി പ്രൈസ് എന്ത് ചെയ്യണം, തിരിച്ചു വരണം, ട്രേഡി ടാഗ് ചെയ്യണം. ഓക്കെ, ഈ പോയിന്റ് ഓഫ് ടൈം നമ്മൾ എന്തായി കാണും, ഈ ട്രേഡി ട്രിഗർ ആയി കാണും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം സംഭവിച്ചു. ഓക്കെ, ഇത് ഒബ്വിയസ്ലി ലൈവ് എൻട്രി ആണെങ്കിൽ മിക്കവാറും ഇത്ര ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നെങ്കിൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് കിട്ടും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് തിരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല ഡീപ്പ് ആയിട്ടുള്ള മിറ്റിഗേഷൻ വന്നു, കണ്ടില്ലേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്ത് ഇച്ചിരി കൂടെ മുകളിലോട്ട് കയറി. സോ ഇത് എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക, പ്രൈസ് ആദ്യത്തെ പ്രാവശ്യം വന്നിട്ട് പോകുമ്പോൾ നമ്പാൻ നിൽക്കണ്ട, വീണ്ടും പ്രൈസ് വരും. ഇത് ആക്ച്വലി നമുക്കിവിടെ ഒന്നും ബ്രേക്ക് ആയിട്ടില്ല. ആൻഡ് ഞാൻ പറഞ്ഞിട്ടില്ല, ആദ്യത്തെ എൻട്രി ഇത്തിരി റിസ്കി എൻട്രി ആയിരുന്നു. ഓക്കെ, ബട്ട് ഇവിടെ കിടന്നോട്ടെ, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, സോ ഇതിപ്പോൾ 2 പിപ്പൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നെങ്കിൽ ഒബ്വിയസ്ലി ട്രേഡിംഗ് വ്യൂവിൽ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആക്ച്വൽ നിങ്ങൾക്ക് ചിലപ്പം മെറ്റാ ട്രേഡറിൽ സ്പ്രെഡ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ശരി, നമുക്ക് നോക്കിയാൽ എന്തൊക്കെ സംഭവിക്കുന്നു. ഓക്കെ ഓക്കെ ദിസ് ട്രേഡ് എന്തായിരുന്നാലും ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈം സ്റ്റോപ്പ് ലോസ് അടിച്ചാണ്. ഓക്കെ, കാരണം എന്ത് ചെയ്തിരുന്ന പ്രൈസ് നമ്മുടെ ഏരിയയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ലൊരു ടിപ്പാണ്, ഓർത്ത് വെക്കുക. ആദ്യത്തെ പ്രാവശ്യം പ്രൈസ് സോണിൽ വരുമ്പോൾ ഉള്ള റിയാക്ഷൻ നിങ്ങൾ നമ്പണ്ട. ഓക്കെ, ശരി, അപ്പോൾ നമ്മുടെ പ്ലാനുകളൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ 15 മിനിറ്റിൻ്റെ ആ സോണിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് എന്ത് നോക്കാം, വീണ്ടും നമ്മൾ ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പ്ലസ് എൻട്രി നോക്കാം അല്ലേ. സോ നിങ്ങൾ നോക്കേണ്ട അടുത്ത എവിടെയാണ് ഡിമാൻഡ് ഹോൾഡ് ചെയ്യുന്ന സ്ഥലം എന്ന് കണ്ടുപിടിക്കണം അല്ലേ. സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്, സ്ട്രക്ചർ കാണാൻ നമുക്കൊരു ലോ ഉണ്ടെന്ന്. സ്ട്രക്ചറിന്റെ ബ്രേക്ക് കിട്ടിയാൽ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. ഓക്കെ, എനിവേ ആ വിക്ക് തന്നെ നമുക്ക് ഡിമാൻഡ്സ് ആണ്. കാരണം എന്താണ്, ആ വിക്ക് നേരത്തെ വിക്കുകളെക്കാട്ടിലും താഴെ പോയിട്ടുണ്ട്. സോ ഞാൻ പേഴ്സണലി ഈ വിക്ക് ആയിരിക്കും നോക്കുക ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് വേണ്ടിയിട്ട്. 1 മിനിറ്റിന്റെ ഡിമാൻഡ് സോൺ ഇതായിരിക്കും ഇപ്പോൾ കൺട്രോളുള്ള. അതിന് താഴെ എപ്പോൾ പ്രൈസ് ഒരു ബ്രേക്ക് തരുമോ അപ്പോഴായിരിക്കും നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുക. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. പ്രൈസ് ഇപ്പോഴും നമ്മുടെ സപ്ലൈ സോണിലാണ് ഉള്ളത്. ഓക്കെ, നോട്ട് യെറ്റ്. ഇപ്പം എന്ത് പറ്റി, പ്രൈസ് നേരെ വന്നു, വിക്ക് ബ്രേക്ക് തന്നു. എവിടെ തന്നു, നമുക്ക് നമ്മുടെ ഡിമാൻഡ് സോണിന് താഴെ, ഡിമാൻഡ് കൺട്രോളിലുള്ള സോണിന് താഴെ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും ഇത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രക്ചറിൻ്റെ രീതിക്ക് നോക്കാം. പക്ഷേ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന സോണാണ് ഈ വിക്ക് സോണാണ് അടുത്ത. കാരണം എന്തുകൊണ്ടാണ്, ഈ 2 ക്യാൻഡിൽ വെച്ച് നോക്കും, ഈ ക്യാൻഡിൽ വിക്ക് പോലും ഇല്ല, പക്ഷെ അതിന്റെ താഴെ നമ്മൾ പോയിട്ടുണ്ടല്ലേ. സോ നമുക്കറിയാം വിക്ക് സോൺ ഇവിടെ ഉള്ള കാര്യം നമുക്കറിയാം. ഓപ്പൺ മാത്രമാണ് മിറ്റിഗേറ്റഡ് ചെയ്തിട്ടുള്ളത്, 50% മിറ്റിഗേറ്റഡ് അല്ല. പക്ഷേ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ മുഴുവനായിട്ട് നോക്കിയാൽ മതി. 50% റിഫൈൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം നമ്മൾ എൻട്രി എടുക്കുന്നില്ല, നമ്മളിവിടെ ബ്രേക്ക് ആണ് നോക്കുന്നത്. സോ ആ വിക്ക് സോൺ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. ആൻഡ് അത് എപ്പോഴാണോ ബ്രേക്ക് ആയത്, അത് ബ്രേക്ക് ആകുമ്പോൾ എന്ത് പറ്റും, നമുക്ക് നമ്മുടെ കൺഫർമേഷൻ കിട്ടി. സോ എനിവേ എന്ത് പറ്റി, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ സംഭവിച്ചു. എങ്ങനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്ക് ചെയ്യാം, നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ മതി. ഓക്കെ, ഇവിടെ വെച്ചാണ് നമുക്ക് എന്ത് ചെയ്തത്, പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു, ചോക്ക് തന്നു. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ ബെയറിഷാണ്, നമ്മൾ എത്തേണ്ട സ്ഥലത്ത് വന്ന് തന്നെയാണ് നമുക്ക് ഈ കൺഫർമേഷൻ കിട്ടിയത്. ഇനി നമുക്കറിയേണ്ട എവിടെ നിന്നാണ് അല്ലേ, ഏത് സോണാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പൊ ഞാൻ എന്ത് പോവാ, റിവേഴ്സ് തന്നെ പോകേണ്ടി വരും. ആദ്യത്തെ സോൺ തന്നെ നമുക്ക് എന്തുണ്ട്, ഈ ക്യാൻഡിൽ തന്നെയുണ്ട്.
കാരണം എന്താണ്, ഇംബാലൻസ് ഉള്ള ക്യാൻഡിലാണ് അല്ലെ. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ തമ്മിൽ ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ സോൺ ഇതെടുക്കാൻ പറ്റും. ഓക്കെ, 1 മിനിറ്റിന്റെ ഡിമാൻഡ് സോൺ. ഓക്കെ, അതുപോലെ തന്നെ വേറെ എന്ത് സോൺ നമുക്ക് പ്രോബബിൾ ആയിട്ടുള്ള നമുക്ക് കാണാൻ കഴിയും. ആ ലാസ്റ്റ് ബൈ ക്യാൻഡിൽ ബിഫോർ സെൽ അതിന്റെ 50% ഇതുവരെ മിറ്റിഗേറ്റഡ് അല്ല. നമുക്ക് ആ 2 സോണും എടുക്കാൻ കഴിയും എൻട്രിക്ക് വേണ്ടി. ഓക്കെ, മൾട്ടിപ്പിൾ സോൺസ് വരും. മൾട്ടിപ്പിൾ സോൺസ് വരുമ്പോൾ നമുക്ക് നമ്മൾ റിസ്ക് സ്പ്ലിറ്റ് ചെയ്തൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ വേറെ കൺഫർമേഷൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളത് മുന്നോട്ട് പോകുന്തോറും നിങ്ങൾ കമ്മ്യൂണിറ്റി പഠിക്കും. ഓക്കെ, സോ ഈ 2 സോണാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏത് സോണാണ് നമ്മൾ ചൂസ് ചെയ്യുക, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അവിടെയാണ് ലിക്വിഡിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. ഓക്കെ, എപ്പോഴും നിങ്ങൾ സോൺ ചൂസ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ നിങ്ങൾ നോക്കാം, ആ സോണിന് താഴെ നമ്മൾ പഠിച്ച എന്തെങ്കിലും ലിക്വിഡിറ്റി ഉണ്ടോ, ഡബിൾ ടോപ്പോ ഡബിൾ ബോട്ടമോ എന്തെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഉണ്ടെങ്കിലായിരിക്കും ആ സോൺ ഇത്രയും കൂടെ പവർഫുൾ. ഓക്കെ, പേഴ്സണലി. ഓക്കെ, ട്രേഡ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, ഓബിയസ്ലി നമുക്ക് ഇവിടെ ഒരു സോൺ കിട്ടിയിട്ടുണ്ട് നമ്മളെ ആക്ച്വൽ സോണിന് താഴെ. അപ്പം നമുക്കിത് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഇതൊരു ലിക്വിഡിറ്റി പോലെ ബിൽഡപ്പ് ആവുകയാണെങ്കിൽ ഓക്കെ, ദിസ് ഇസ് ഇനഫ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ ആദ്യത്തെ എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. ഒബിയസ്ലി സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോണിന് മുകളിൽ വെക്കാം, ഇല്ലെങ്കിൽ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യുക, സ്ട്രക്ചറിന് മുകളിൽ വെക്കാം. ടാർഗറ്റ് എന്തായിരിക്കും നമ്മൾ ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക നമ്മുടെ ലോ ആയിരിക്കും. പക്ഷേ ഈ ഒരു ട്രേഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ RR തികയത്തില്ല അല്ലെ. ഇറ്റ് ഇസ് ഓൺലി ലൈക്ക് 1:4. നിങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. പക്ഷെ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുക അറ്റ്ലീസ്റ്റ് 1:5 കിട്ടുന്ന ട്രേഡ് എടുക്കാനായിരിക്കും ഞാൻ നോക്കുക. ഓക്കെ, സോ ഞാൻ ചെയ്യുക ഈ സോണിനെ റിഫൈൻ ചെയ്യും. ഓക്കെ, സോ ഞാൻ ഈ സോണിനെ പാതിയാക്കിയിട്ട് എന്ത് ചെയ്യും, ആ റിഫൈൻഡ് സോണിൽ ഞാൻ എൻട്രി നോക്കും. സോ എന്ത് ചെയ്യാൻ, എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത്രയും കൂടെ ചെറുതാക്കാൻ പറ്റും. പ്ലസ് നിങ്ങൾക്ക് കാണാം ഇപ്പം ആ ലിക്വിഡിറ്റി ബിൽഡപ്പ് ഉണ്ട്. ഓക്കെ, സോ 2.5 ഈസ് മോർ ദാൻ ഇനഫ്. നമുക്ക് എന്ത് ചെയ്യാം, സെയിം ടാർഗറ്റ് വെക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ 1:5 കിട്ടുകയാണെങ്കിൽ ഓക്കെ, ദിസ് ഇസ് മച്ച് ബെറ്റർ. ഓക്കെ, 1:5 ഇങ്ങനെ കിട്ടും. ഇത് ആദ്യത്തെ എൻട്രി. നിങ്ങൾക്ക് ഡൗട്ട് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുക, 2 എൻട്രി നിങ്ങൾ പ്ലേസ് ചെയ്യുക, 2 എൻട്രി എടുക്കുക. ഓക്കെ, റിസ്ക് നമുക്ക് പാതിയായിട്ട് വെച്ചാൽ മതി. ഇപ്പം നിങ്ങൾ 1% ആണ് ട്രേഡ് റിസ്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 0.5055 എന്നുള്ള രീതിക്ക് 2 ട്രേഡായിട്ട് റിസ്ക് ചെയ്യാം. റിസ്ക് മാനേജ്മെന്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓക്കെ, നമുക്ക് 2 സോൺ ഉണ്ട്, നമ്മൾ 2 എൻട്രി വെച്ചിട്ടുണ്ട്. 2 സോണിന്റെ രീതിക്ക് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുന്നത് നോക്കാം. നമുക്ക് കിട്ടേണ്ട കൺഫർമേഷൻ കിട്ടി, ചേഞ്ച് ഓഫ് ഫാക്ടർ കിട്ടിയിട്ടുണ്ട്, 50 മിനിറ്റിന്റെ സപ്ലൈ സോണിലാണ് വന്നത്. സോ നൗ എൻട്രി നമുക്ക് ട്രിഗർ ആയാൽ മതി. ഓക്കെ, ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എന്തായി കാണും, നമ്മുടെ ആദ്യത്തെ എൻട്രി ട്രിഗറായി കാണും. ഓക്കെ, രണ്ടാമത്തെ എൻട്രി ട്രിഗറായി കാണത്തില്ല എപ്പോഴും. ഓക്കെ, സോ വി ആർ ഇൻ ദ ട്രേഡ്. ഓക്കെ, ഓക്കെ, ഇപ്പൊ നമ്മൾ 2 ട്രേഡ് എന്തായാലും ട്രിഗറായി കാണും. ഓക്കെ, നോ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ സോൺ മാറ്റാം, രണ്ടാമത്തെ സോണും. ഓക്കെ, സോ 2 ട്രേഡ് ഇപ്പോൾ ട്രിഗർ ആയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ടേഷൻ എന്താണ്, 50 മിനിറ്റ്സിൽ നമ്മളിപ്പോൾ ബെയറിഷ് ആയിട്ടുള്ള ഓർഡർ ഫ്ലോ ആണ്. നമ്മളിപ്പോൾ സപ്ലൈയിലെത്തി, 1 മിനിറ്റിൽ നമ്മൾ അവിടെ വന്നു. ഇതിനകത്ത് എക്സ്പെക്ടേഷൻ എന്താണ്, പ്രൈസ് താഴെ പോയിട്ട് അടുത്ത ലോവറിലോ 15 മിനിറ്റ് ഉണ്ടാക്കുക, അതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ടാർഗറ്റ് അത് വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ റിയാക്ഷൻ എങ്ങനെയാണ് അല്ലേ, പെട്ടെന്നാണ് ഒരു സപ്ലൈ സോൺ വന്നു കഴിഞ്ഞാൽ പ്രൈസ് ചേഞ്ച് ഓഫ് ഫാക്ടർ തന്നു കഴിഞ്ഞിട്ട് എന്നാൽ പെട്ടെന്നാണ് പ്രൈസിന്റെ റിയാക്ഷൻ വരുന്നത്. ആ സെല്ലോടൊക്കെ ഫില്ല് ചെയ്യണം നിങ്ങൾക്ക് കാണാം അല്ലേ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഹിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഓക്കെ, ഫൈനലി എന്ത് പറ്റി, ടേക്ക് പ്രോഫിറ്റ് ഹിറ്റ്. 2 ട്രേഡും എന്തായിട്ടുണ്ട്, നമ്മൾ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കൺഫേം ചെയ്ത് ട്രേഡ് ചെയ്യുക. അപ്പോൾ 15 മിനിറ്റ്സ് തിരിച്ച് പോവുകയാണെങ്കിൽ കാണാം എന്താണ് സംഭവിച്ച, ഓർഡർ ഫ്ലോ ആണ് സംഭവിച്ചത് അല്ലേ. പ്രൈസ് ബ്രേക്കപ്പ് സ്ട്രക്ചർ ഉണ്ടാക്കി, ആകെ വന്നിട്ട് ഓവർഡോ ഉണ്ടാക്കി, നമുക്ക് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു സോൺ കിട്ടി. പ്രൈസ് എന്ത് ചെയ്തു, ആ സോണിലോട്ട് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ 1 മിനിറ്റിലോട്ട് പോയി നമ്മളെ കൺഫർമേഷൻസ് നോക്കാൻ. ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ പ്രാവശ്യം പ്രൈസ് ഓപ്പൺ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പോകുമ്പോൾ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ട, വെയിറ്റ് ഫോർ എ ഡീപ്പർ മിറ്റിഗേഷൻ. ഇതൊരു ട്രാപ്പ് ആയിരിക്കും. പിന്നെ പ്രൈസ് എന്താ, ഡീപ്പർ ആയിട്ടുള്ള മിറ്റിഗേഷൻ വന്നു, നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു, 1 മിനിറ്റിൽ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ തന്നെ എന്ത് പറ്റി, ഡിമാൻഡിന്റെ കൺട്രോൾ പോയി സപ്ലൈ കൺട്രോളിൽ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആ സപ്ലൈ കൺട്രോളിൽ വന്ന സ്ഥലങ്ങൾ നമ്മൾ തപ്പി. നമുക്ക് 2 സോണുകൾ കിട്ടി. 2 സോൺ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 2 സോണിലും എൻട്രി പ്ലേസ് ചെയ്തു. ഓക്കെ, ടു ബി ഷുവർ നമ്മൾ എൻട്രി കിട്ടും എന്നുള്ള കാര്യത്തിന്. ഓക്കെ, സ്റ്റോപ്പ് ലോസസ് നമ്മൾ സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചു. ആൻഡ് എന്ത് പറ്റി, പ്രൈസ് കറക്റ്റായിട്ട്
നമ്മളെ സൈഡിലോട്ട് ഡെലിവർ ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ട്രേഡ് എടുക്കുക. സെയിം കാര്യം തന്നെ ആയിരിക്കും നിങ്ങളിപ്പം ഡിമാൻഡിന്റെ രീതിക്കാണെങ്കിലും സെയിം. ഓക്കെ, ലെറ്റ്സ് സേ ഇതിപ്പോൾ 15 മിനിറ്റിന്റെ ഡിമാൻഡിന്റെ രീതിക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം. ഡിമാൻഡിന്റെ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ സെയിം കാര്യങ്ങൾ തിരിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഹൈസ് ആയിരിക്കും നമ്മൾ അവിടെ നോക്കാം അല്ലേ. പ്രൈസ് താഴെ വരാൻ നമ്മൾ കാത്തിരിക്കും. പ്രൈസ് എപ്പോൾ താഴെ വരുമോ, ഓക്കെ 15 മിനിറ്റ്സിന്റെ ഹൈ. ഓക്കെ ഓക്കെ, this is 15 minutes. Hello. Okay, സെയിം ലോജിക് തിരിച്ചുള്ള ചേഞ്ച് ഫാക്ടർ, റൈറ്റ്. നമുക്ക് എന്ത് ചെയ്യണം, പ്രൈസ് ആദ്യം നമ്മൾ ഏരിയയിലോട്ട് വരാൻ കാത്തു നിൽക്കണം. 1 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം സപ്ലൈ ആയിരിക്കും കൺട്രോളിൽ അല്ലേ. കാരണം താഴോട്ടാണ് വരണമെങ്കിൽ ആരായിരിക്കും കൺട്രോളിൽ, സെല്ലേഴ്സ് ആയിരിക്കും കൺട്രോളിൽ, സപ്ലൈ ചെയിൻ ആയിരിക്കും കൺട്രോളിൽ. ഇവിടെയും ഡിമാൻഡിൽ ആദ്യമായിട്ട് പ്രൈസ് വരുമ്പോൾ നിങ്ങൾ നമ്പണ്ട. പറഞ്ഞാൽ എപ്പോഴും ഡീപ്പറായിട്ടുള്ള മിറ്റിഗേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. പ്രൈസിന്റെ ഡീപ്പായിട്ടുള്ള മിറ്റിഗേഷൻ, റൈറ്റ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, പിന്നെ നമ്മുടെ സോണുകൾ, പിന്നെ നമ്മുടെ എൻട്രി. ഓക്കെ, സെയിം തിങ് ആണ് നമ്മൾ എപ്പോഴും നമ്മൾ നോക്കുക 50 മിനിറ്റ്സിൽ 1 മിനിറ്റിന്റെ എൻട്രിക്ക്. ഓക്കെ ഗൈസ്, സോ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഒരുപാട് ബ്രേക്ക് ഡൗൺ വീഡിയോസ് കാണാൻ കഴിയും. നമ്മുടെ ഈ സ്ട്രാറ്റജിയുടെ നിങ്ങളപ്പോൾ അത് കാണുക, കണ്ടിട്ട് നോട്ട്സ് എഴുതുക. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് ഇത് കിട്ടുക എന്നുള്ള കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് ട്രേഡ് എടുക്കാം. ഓക്കെ, ഡു നോട്ട് ബാക്ക് ടെസ്റ്റ് ലൈവ് ട്രേഡ്സ്. ഓക്കെ, നിങ്ങൾ SMC ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ബ്രേക്ക് ഡൗൺ ഉള്ള ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാതിരി ബ്രേക്ക് ഡൗൺ വീഡിയോസ് കിട്ടും. ഫ്ലിപ്പിന്റെ എല്ലാ വീഡിയോസും കാണുക, നോട്ട്സ് എഴുതുക. ഓക്കെ, കാരണം ഇതിലെല്ലാ എൻട്രീസിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. ഓക്കെ, ഗോൾഡൻ നഗറ്റ്സ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യുക, നിങ്ങളത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇവിടെയുള്ള എല്ലാ ട്രേഡും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം പല പല സന്ദർഭങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാന്നുള്ള കാര്യമാണ് ഓരോ ബ്രേക്ക് ഡൗണിലുള്ളത്. ഒരേ കാര്യം നമുക്ക് ബ്രേക്ക് ഡൗൺ ഇട്ടിട്ട് കാര്യമില്ല. ഓക്കെ, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യാന്നുള്ള കാര്യമായിരിക്കും നിങ്ങൾക്ക് ഈ ഓരോ ട്രേഡിലും കിട്ടുക. അപ്പം നിങ്ങൾ അതെല്ലാം കാണുക, എല്ലാത്തിനും നോട്ട്സ് എഴുതുക ആൻഡ് ഇംപ്ലിമെന്റ് ഓൺ ദ ചാർട്ട്സ്. ഇതേപോലെ ഇതേ മെത്തേഡ് ഒരു ട്രേഡിംഗ് പ്ലാനോട് കൂടി തന്നെ ചെയ്യുക. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നിങ്ങൾ ലൈവ് ചാർട്ടിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക. മനസ്സിലാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നും കൂടെ കാണുക. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ലൈവ് മാർക്കറ്റിൽ. ഓക്കെ ഗൈസ്, സോ ദെൻ നമുക്കിനി മാനേജ്മെന്റിനെ പറ്റിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കാം. സീ ഗൈസ്.